നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ആവശ്യമാണെങ്കിൽ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വിൽക്കുന്നതിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുവാദം നൽകുന്നതിനുള്ള നടപടികളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതെ, അല്ല, ഇപ്പോൾ ഏതായാലും കർണാടക ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച കർണാടകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വയനാട് DC കർണാടകത്തിലെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കളക്ടർ ഈ പ്രശ്നങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അവരുടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. കേട്ടില്ല. അല്ല, മയക്കുവെടി വെക്കണമെന്ന് പറഞ്ഞാൽ അതാണ് അവസാനത്തെ നടപടി. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആൾക്കൂട്ടം ഉള്ള സ്ഥലത്തുനിന്ന് മയക്കുവെടിച്ചാൽ ഈ വെടി കൊണ്ട് ഉടനെ ആന വല്ലാതെ വയലൻ്റായി ഓടും. അങ്ങനെ ഓടുന്ന ഘട്ടത്തിൽ ജനങ്ങളെവിടെ ഉണ്ടായാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമാണ് ആവശ്യമെന്ന് പറയാൻ അതാണ് കാരണം. അവർ നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിനകം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും വേറൊന്നുമില്ല.